ക്ഷേത്രത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുള്ള ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര പരിസരത്താണ് ഇന്ന് ജനൻ TV ഉള്ളത്. പുത്തൻപുലരി ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇവിടെ നിന്നാണ്. അശ്വതി, നമ്മുടെ പിന്നിൽ കാണുന്ന ശിവലിംഗം ആണ് ഈ ഭാരതത്തിലെ ഏറ്റവും അധികം ഉയരമുള്ള ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ശിവലിംഗമാണ് ഇന്ന് ചെങ്കൽ ക്ഷേത്രത്തെ പ്രശസ്തിയിൽ എത്തിച്ചതെങ്കിൽ ക്ഷേത്രത്തിന് വളരെയധികം പഴക്കമുണ്ട്. ഈ ക്ഷേത്ര സന്നിധാനത്ത് ഈ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ശിവരാത്രി ദിനത്തിലെ പുത്തൻപുലരി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒട്ടനവധി വാർത്തകളുണ്ട്. ആഗോള അയ്യപ്പ സംഗമം മുതൽ ഉള്ള ഒട്ടനവധി വാർത്തകളുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്തേ. ഞാൻ പ്രദീപ് പിള്ള, ഞാൻ അശ്വതി കെ വാദിക്കൽ. ഇന്ന് പുണ്യമായ ഒരു ദിവസമാണ്, മഹാശിവരാത്രിയാണ്. അതിൻ്റെ വിശേഷമായ പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാറ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ ചെങ്കൽ ശിവക്ഷേത്രത്തെ പറ്റി. എത്ര പറഞ്ഞാലും മതിയാകില്ല. നമ്മുടെ പിറകിൽ കാണുന്ന ഈ മഹാശിവലിംഗം, അതിന്റെ വിശേഷങ്ങൾ ഒട്ടനവധി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഈ ക്ഷേത്രത്തെ ഇന്നീ കാണുന്ന പ്രതാപത്തിലേക്കും പ്രശസ്തിയിലേക്കും ഒക്കെ എത്തിച്ച സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി അല്പസമയത്തിന് ശേഷം തത്സമയം ജനൻ TVക്ക് ഒപ്പം ചേരുകയും ചെയ്യും. നമുക്ക് എന്തായാലും ഇന്നത്തെ വാർത്തകൾ, ഒട്ടനവധി വാർത്തകളുണ്ട്. പ്രധാനമായ ദിവസമാണ്, ശിവരാത്രിയാണ്. പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ജനൻ TVയുടെ റിപ്പോർട്ടർമാർ തത്സമയം എന്നറിയപ്പെടുന്ന നമ്മുടെ കോട്ടയം മഹാദേവ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, അതുപോലെ തന്നെ കടുത്തുരുത്തി, ഏറ്റുമാനൂരൊക്കെ, ആലുവ, തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം, ആലുവ, മണപ്പുറത്ത് നിന്നുള്ള വിശേഷങ്ങൾ, ഒപ്പം ശബരിമലയിലെ വിശേഷങ്ങൾ. ശബരിമലയിൽ നട തുറന്നിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദർശനത്തിനെത്തും തീർത്ഥാടന എണ്ണത്തിൽ വലിയ വളർച്ചയാണ്. പുലർച്ചെ നട തുറന്നത് മുതൽ സന്നിധാനം ഭക്തജന സഹസ്രങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു കുംഭമാസത്തിലെ ദർശനത്തിനായി. എന്തായാലും അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് ശബരിമല സന്നിധാനത്തുനിന്ന്. അരുൺ, നമസ്തേ, സുപ്രഭാതം. ശിവരാത്രി ദിനത്തിൽ ഞങ്ങൾ ഇങ്ങ് തെക്കേ അറ്റത്ത്, ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇനി അല്പം കൂടി യാത്ര ചെയ്താൽ കന്യാകുമാരി എത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്നാണ് ചേരുന്നത്. സന്നിധാനത്ത് നിന്നുള്ള വാർത്തകൾ, സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങൾ എന്താണ്? ഭക്തജന തിരക്ക് എങ്ങനെയുണ്ട് അരുൺ? പ്രദീപിള്ള, ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. നട തുറന്ന ആ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലായിരുന്നു ശബരിമല സന്നിധാനം ഉണ്ടായിരുന്ന. ആ തിരക്ക് ഇന്നും ഉണ്ട്. എന്തായാലും 6 ലക്ഷത്തിലധികം ഭക്തരാണ് ഇന്നും ഭഗവാനെ ദർശിക്കാനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണാം. ഞാൻ ആദ്യ ദിവസം മുതൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മണ്ഡല മകരവിളക്ക് കാലത്തെ അനുസ്മരിക്കും വിധമുള്ള ഒരു തിരക്കാണ് ശബരിമല സന്നിധാനത്ത് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കാനുള്ള ഗൂഢമായ നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ വലിയൊരു ഭക്തജന തിരക്ക്. ഈ വിവാദങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും തന്നെ ഭഗവാന്റെ വിശ്വാസത്തെ, ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തെ ഒരു തരത്തിലും കുറയ്ക്കുന്നില്ല. അതുതന്നെയാണ് ഈ മാസപൂജാ സമയത്ത് ഇത്ര വലിയ ഒരു തിരക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടി. മണിക്കൂറുകൾ വരുന്നാൽ മാത്രമേ ഭഗവാനെ ഒന്ന് ദർശിക്കാൻ കഴിയൂ. ഇന്നലെയും 50,000-ലധികം ഭക്തരാണ് ദർശനത്തിനായി എത്തിയത്. മലയാളികളടക്കമുള്ള ഭക്തർ, അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരൊക്കെ തന്നെ ഇങ്ങനെ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക്, ഭഗവാന്റെ മുന്നിലേക്ക് ഒരു നിമിഷം ഭഗവാനെ കാണുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ മാലയിട്ട് നോമ്പ് നോറ്റ് മല കയറി 18ാം പടി കയറി ഭഗവാന്റെ മുന്നിലേക്ക് എത്തുകയാണ്. എന്തായാലും ഫ്ലൈ ഓവർ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ താഴെ നടപ്പന്തലിനും സമാനമായ ഒരു അവസ്ഥയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് പുലർച്ചെ മുതൽ അനുഭവപ്പെടുന്നു. രാവിലെ 5 മണിയോടെയാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ തന്നെ ആ ഒരു ഭക്തജന തിരക്ക് ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ തിരക്ക് തുടരുകയാണ്. എന്തായാലും നട തുറന്നിരിക്കുന്ന 5 ദിവസവും 50,000-ലധികം ഭക്തരാണ് ഈ ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡല മകരവിളക്ക് കാലത്തിനനുസരിച്ചുള്ള ഒരു തിരക്ക് ശബരിമല സന്നിധാനത്ത് ഈ മാസപൂജാ വേളയിലും ഉണ്ടാകുന്നു. മാസപൂജാ മാത്രമല്ല, നട തുറക്കുന്ന എല്ലാ സമയങ്ങളിലും ഈ ഒരു തിരക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ ഒരു ഭക്തജന തിരക്കിൽ തന്നെയാണ് ശബരിമല സന്നിധാനമുള്ളത്. എന്തായാലും 17ാം തീയതിയാണ് നട അടയ്ക്കുന്നത്. എന്തായാലും ആ ഒരു സമയം വരെയും ഈ ഭക്തജന തിരക്കിലേക്ക് അമരുകയാണ് സന്നിധാനം. എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ തന്നെയാണ് ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാനാകുക. പ്രദീപ്.